ഇവിടെ ഞാൻ ഇന്നും പരിചയപ്പെടുത്തുന്നത് ഒരു തരം ചീരയാണ്. എല്ലാവർക്കും അറിയാം കുപ്പച്ചീര. അതായത് പച്ചച്ചീരയുണ്ട്, പലതരത്തിലുള്ള ചീര നമുക്കുണ്ട്. അതെല്ലാം നമ്മൾ പാകി കിളിപ്പിക്കുന്നതാണ്. അതുകൂടാതെ അതെല്ലാം കടയിൽ നിന്നും വാങ്ങുവാൻ കിട്ടും. ഈ ചീര സാധാരണ മഴയൊക്കെ പൊടിക്കുമ്പോൾ എല്ലാ പുരയിടത്തിലും ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, കുപ്പച്ചീര. കുപ്പയിൽ അഴുക്കൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. എന്നാൽ നമുക്ക് നല്ല സ്ഥലത്ത് നിന്ന് നോക്കി ഇത് പറിച്ചെടുക്കുവാൻ സാധിക്കും. അതുപോലെ ഇത് പെട്ടെന്ന് വീണാണിത് കിളിക്കുന്നത്. എവിടെയെല്ലെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇത് കിളിക്കും. ഇഷ്ടം പോലെ നമ്മുടെ മുറ്റത്തും പറമ്പിലും എല്ലാം ഇത് കണ്ടുവരുന്നു ഈ ചീര. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, കുപ്പച്ചീര എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് സാധാരണ ഇതിന് വെള്ളച്ചീരയുമായിട്ട് നല്ല സാമ്യമുണ്ട്. എങ്കിൽ പോലും ഈ ചീര മറ്റ് ചുവന്ന ചീരയേക്കാൾ അല്ലെങ്കിൽ വെള്ള ചീരയേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഈ ചീരയ്ക്ക്. നല്ല ടേസ്റ്റാണ്. തോരൻ വെക്കാം, ഇതിൻ്റെ തണ്ടെടുത്ത് തീയിൽ വെക്കാം, അവിയലിനകത്തിടാം. അതുപോലെ തന്നെ ഈ ചീര ഒഴിച്ചേറി വയ്ക്കാം. ഇങ്ങനെ പല കറികൾ ഉണ്ടാക്കുന്നതിന് ഈ ചീര വളരെയേറെ നല്ലതാണ്. അപ്പോൾ ഈ പേര് കുപ്പച്ചീര എന്നാണെങ്കിൽ പോലും ഇത് ഏറ്റവും ചീരകളുടെ ഒരു രാജ്ഞിയാണ് എന്ന് തന്നെ ഇതിനെ പറയാൻ സാധിക്കും. കാരണം ഇതിൻ്റെ രുചി അപാരമാണ്. ചക്കക്കുരുവുമായിട്ട് ഇട്ട് തോരൻ വെക്കുന്നത് വളരെ നല്ലതാണ്. ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞ് ചീരയും ഇട്ട് തേങ്ങയും കാന്താരിയൊക്കെ ഇട്ട് ചീര വെച്ചാൽ, തോരൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാൻ. അപ്പം നമുക്കെന്നും ഈ ചീര നമ്മുടെ പറമ്പിലുള്ളതുകൊണ്ട് നമുക്കെന്നും ഇത് വയ്ക്കാം. ഇത് പ്രത്യേകിച്ച് ഇത് പാകി കിളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഇതുവരെയും അന്യം നിന്ന് പോയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലായിടത്തും ഇത് ധാരാളമായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ ഈ ചീര വളരെയധികം പോഷക ഗുണവും ഉള്ളതാണ്. അപ്പോൾ അതിനാൽ ഈ ചീരയെ നമ്മൾ സംരക്ഷിക്കേണ്ടതും കൂടി ആവശ്യമാണ്. ഇപ്പോൾ ഇത് ചീരയുടെ അളവൊക്കെ എല്ലായിടത്തും എല്ലാ പറമ്പിലുമൊക്കെ ഇത് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ട് കുറച്ചെങ്കിലും ഇനിയുള്ള കാലങ്ങളിലെങ്കിൽ ഈ ചീര കുറച്ച് പാകി കിളിപ്പിക്കണം. കാര്യം ഇത് പല സ്ഥലത്തും ഇത് കാണുന്നില്ല. പല സ്ഥലത്തും ഇതിൻ്റെ വിളവ് കുറഞ്ഞു വരികയാണ്. സാധാരണ പുരയിടത്തിലൊക്കെ ഇത് കാണും, എങ്കിൽ പോലും ഇതിന്ന് എല്ലായിടത്തും കാണുന്നില്ല. പലരോടും പറയുമ്പോൾ അവർക്ക് എല്ലാവരുടെയും പുരയിടത്തിലൊന്നും ഈ ചീരയില്ല. ഇപ്പോൾ എൻ്റെ പുരയിടത്തിൽ തന്നെ ഇപ്പോൾ നിറച്ച് ചീരയുണ്ട്. പലരും വന്നത് പറിച്ചുകൊണ്ട് പോകുന്നു. അത്രമാത്രം ഡിമാൻഡുള്ളൊരു ചീരയാണ് ഈ കുപ്പച്ചീര. നല്ല ടേസ്റ്റുള്ളതാണ്. അതുകൊണ്ട് കണ്ടാലിത് ഒരിക്കലും ഇത് കളയരുത്. ഇതെപ്പോൾ കണ്ടാലും ഇത് പറിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും രീതിയിലുള്ളൊരു കറിയാക്കണം. കറിയാക്കുന്നത് വളരെയധികം രുചികരമായിരിക്കും. അതുപോലെ തന്നെ ഈ ചീര കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ കണ്ണിനാണ് ഏറ്റവും നല്ലത്. ഇലക്കറികൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉള്ള ഏറ്റവും വലിയ ഗുണമാണ് നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച ലഭിക്കും. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വളരെ പ്രയോജനമാണ്. ഇത് കണ്ണിൻ്റെ രോഗങ്ങൾക്കും ഒക്കെ ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റ് വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം